ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ഒരുപാട് സിനിമകളിൽ ഇടം പിടിച്ച അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ തുമ്പോർമൊഴി ഡാമിന്റെ കാഴ്ചകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് രാവിലെ 6:50 അതിരമ്പള്ളിയിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മളിന്ന് പോകുന്നത്. ചാലക്കുടിയിൽ നിന്ന് അതിരമ്പള്ളിയിലേക്ക് ധാരാളം KSRTC ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ചാലക്കുടിയിൽ നിന്ന് അതിരമ്പള്ളിയിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കാടാണ്. ഇടയ്ക്ക് ആനിമൽ ക്രോസിങ്ങിന്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു റൂട്ടിലൂടെ തന്നെയാണ് മലക്കപ്പാറയിലേക്കും അതുപോലെ തന്നെ വാൽപ്പാറയിലേക്കും പോകുന്നത്. ചാലക്കുടിയിൽ നിന്ന് അതിരമ്പള്ളി വരെ 25 കിലോമീറ്ററും മലക്കപ്പാറ വരെ ഏതാണ്ട് 80 കിലോമീറ്ററുമാണ് ഉള്ളത്. അതിരമ്പള്ളി കഴിഞ്ഞ് മലക്കപ്പാറയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും കാടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയായതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളീ പോകുന്ന റൂട്ടിലാണ് ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം എന്നീ 2 അമ്യൂസ്മെന്റ് പാർക്കുകൾ ഉള്ളത്. അതിരമ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കായിരിക്കും നമ്മൾ തുമ്പോർമൊഴി ഡാമും കൂടി കാണുന്നത്. അങ്ങനെ അതിരമ്പള്ളിയിലെത്തി മുന്നിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല മഴയാ. കുറച്ചു നേരം ഇവിടെ കയറി നിന്നതിന് ശേഷമാണ് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു തുടങ്ങിയത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് പ്രത്യേകം ചാർജുകളുണ്ട്, അതുപോലെ തന്നെ ക്യാമറയ്ക്കും. ഇവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ദൂരെ നിന്നുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിരമ്പള്ളിയിലേക്ക് വരുന്നവരാവട്ടെ അല്ലെങ്കിൽ മലക്കപ്പാറയിലേക്കോ വാൽപ്പാറയിലേക്കോ പോകുന്നവരാണെങ്കിലും ഇവിടെ വന്ന് നിന്ന് ഒന്ന് ഫോട്ടോ എടുക്കാണ്ട് പോകാറില്ല. അത്രക്ക് മനോഹരമായ ഒരു കാഴ്ചയാണിത്. മഴ മാറിയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് ഫുള്ള് കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇതാണ് അതിരമ്പള്ളിയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. എൻട്രൻസ് കടന്നു പോകുമ്പോൾ ഒരു കയറ്റമാണ് കയറാനുള്ളത്. മഴയായതുകൊണ്ട് തന്നെ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. നല്ല മനോഹരമായ വഴി, സൈഡിലൊക്കെ മനോഹരമായ രീതിയിൽ ഫെൻസിങ് പണിത് വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ഇറക്കമായിരുന്നു. ചെറിയ ചെറിയ കടകളും ടോയ്ലറ്റ് സൗകര്യവും ഇവിടെയുണ്ട്. നമ്മളങ്ങനെ അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് അതിരമ്പള്ളി വെള്ളച്ചാട്ടം. നമ്മുടെ കയ്യിലുള്ള ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടപ്പുറത്തുള്ള വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനും പോകാൻ പറ്റും. അവിടേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടവും കാണാം. ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് സ്വല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ മഴക്കാലത്ത് ഇവിടെ വന്ന് കുളിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. അത്രക്ക് അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് അതിരമ്പള്ളി വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടവും. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്കിനി താഴത്തെ കാഴ്ചകൾ കാണാൻ പോകാം. അതായത് വെള്ളം വന്ന് വീഴുന്ന ആ ഭാഗം. അവിടേക്ക് പോകാനായിട്ട് താഴേക്ക് വലിയൊരു ഇറക്കമാണ് ഇറങ്ങാനുള്ളത്. നല്ല മഴയുള്ള സമയത്തും ഷോളയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്ന സമയത്തൊന്നും താഴേക്കൊന്നും അങ്ങനെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല.
എന്തായാലും ഇതിലെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴ്ച ഉറപ്പാ. ഇറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് വിശ്രമിക്കണമെങ്കിൽ സൈഡിൽ മുള കൊണ്ടുള്ള ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഇറക്കത്തിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗത്തെത്തി. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മഴക്കാലത്ത് അതിരമ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ധാരാളം ഈറ്റമരങ്ങൾ നിൽപ്പുണ്ട്. ചില ഭാഗങ്ങളിൽ നോ എൻട്രി ബോർഡുകൾ വെച്ചിരിക്കുന്നതും കാണാം. ആളുകൾക്ക് ഇരുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനായി ചെറിയൊരു വെയിറ്റിംഗ് ഷെഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മേലോട്ട് കയറാൻ തുടങ്ങി. ഈ ഒരു കയറ്റം തന്നെയാ. ഇവിടെ നിന്ന് വാഴച്ചാലിലേക്ക് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ്സിൽ വരുന്നവർക്ക് വാഴച്ചാലിലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മിക്ക സർവീസുകളും അതിരമ്പള്ളി വരെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ മലക്കപ്പാറയ്ക്ക് പോകുന്ന ബസ്സിൽ വേണം വാഴച്ചാൽ പോയി ഇറങ്ങാൻ. അങ്ങനെ അതിരമ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി തുമ്പോർമൊഴി ഡാമിലേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകാനായിട്ട് അതിരമ്പള്ളിയിൽ നിന്ന് തിരികെ ചാലക്കുടിയിലേക്കുള്ള ബസ് കയറിയാൽ മതി. ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തുമ്പോർമൊഴി സ്റ്റോപ്പിൽ പോയി ഇറങ്ങാം. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. 1959 ഈ ഒരു തുമ്പോർമൊഴി തടയണ നിർമ്മിച്ചത്. ഡാമിന്റെ അങ്ങോട്ട് പോകുന്ന മനോഹരമായ ഒരു വഴിയാണിത്. കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു മിനി പാർക്കും ഗാർഡനും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് തുമ്പോർമൊഴി തൂക്കുപാലം. അപ്പുറം കാണുന്നതാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഒരുപാട് ആളുകൾ ഈ ഒരു തൂക്കുപാലം കാണാനായിട്ട് എത്താറുണ്ട്. ഈ ഒഴുകിപ്പോകുന്ന വെള്ളമാണ് പിന്നീട് ചാലക്കുടി പുഴയായിട്ട് മാറുന്നത്. എന്തായാലും ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഒറ്റ ദിവസത്തെ ട്രിപ്പിനായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. നമ്മളങ്ങനെ തുമ്പോർമൊഴി ഡാമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ. കുറച്ചു നേരം അങ്ങനെ മഴയൊക്കെ കണ്ടു നിന്നപ്പോൾ നമുക്ക് ചാലക്കുടിയിലേക്ക് പോകാനുള്ള ബസ് എത്തി. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.